ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 നമ്മുടെ ബിഗ് ബോസ് മലയാളം സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ വരുന്ന സീസണിലേക്ക് സാധാരണക്കാരായ മത്സരാർത്ഥികൾക്ക് അവസരം പ്രഖ്യാപിച്ചുള്ള ഒരു പ്രൊമോ ആയിരുന്നു വന്നിരുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പ്രൊമോ വീഡിയോയിൽ നമ്മുടെ മുൻ കോമണർ മത്സരാർത്ഥികളായ അനീഷ്, ഗോപിക, റസ്മി, നന്ദന എന്നിവർക്കൊപ്പം നമ്മുടെ ലാലേട്ടനെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രൊമോയിൽ ബിഗ് ബോസ് മലയാളം വേദിയിലേക്ക് പുതിയ കോമണർ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് തന്നെ. സ്വന്തം വ്യക്തിത്വം, ജീവിതാനുഭവങ്ങള്, അഭിപ്രായങ്ങള്, കഴിവുകള് എന്നിവ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതായത് 3 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. വീഡിയോയുടെ സൈസ് ആണെങ്കിൽ 50 MB താഴെ ആയിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. സ്വന്തം വ്യക്തിത്വവും ജീവിതകഥയും കഴിവുകളും അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടതും. അതും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ബിഗ് ബോസ് ചരിത്രം പരിശോധിച്ചാൽ തന്നെ കോമണർ എൻട്രിയിലൂടെ എത്തിയ നിരവധി മത്സരാർത്ഥികൾ മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ ഗോപിക, അനീഷ്, റസ്മി, നന്ദന തുടങ്ങിയവർ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഷോ തന്നെയായിരുന്നു നമ്മുടെ ബിഗ് ബോസ് മലയാളം. നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് സെലിബ്രിറ്റികളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുവാണെങ്കിൽ കോമണർമാർക്ക് പൊതുജനങ്ങൾക്ക് മുന്നിൽ സംരക്ഷിക്കേണ്ട ഇമേജ് കുറവായിരിക്കും കേട്ടോ. അതിനാൽ തന്നെ കൂടുതൽ സ്വതന്ത്രമായി തന്നെ ഗെയിം കളിക്കാനും അവിടെ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് മുൻ പരിചയമില്ലാത്ത അവരുടെ യഥാർത്ഥ വ്യക്തിത്വം പൂർണ്ണമായി അവതരിപ്പിക്കാനുള്ള സാഹചര്യം ആ ഒരു വേദിയിൽ നമ്മുടെ കോമണർമാർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. ബിഗ് ബോസ് പോലുള്ള വലിയ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിലൂടെ തന്നെ പുതിയ പുതിയ അവസരങ്ങളും ജനപ്രീതിയും അതേപോലെ കരിയറിൽ വളർച്ച നേടാൻ പോലും നമ്മുടെ ഈ കോമണർമാരെ സഹായിക്കും എന്ന കാര്യം മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ മുൻ സീസണുകളിലൊക്കെ കോമണർ വിഭാഗത്തിലെത്തിയ പലരും ശ്രദ്ധേയമായ പ്രകടനങ്ങളാണ് നമ്മുടെ ഈ ബിഗ് ബോസ് വേദിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പ്രേക്ഷക ഹൃദയങ്ങൾ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലരാണെങ്കിൽ ഫൈനലിൽ വരെ എത്തുകയും ചിലരാണെങ്കിൽ ഷോ കഴിഞ്ഞ ശേഷവും ജനപ്രീതി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കോമണർ മത്സരാർത്ഥികൾക്കും ബിഗ് ബോസ് വേദിയിൽ തിളങ്ങാൻ കഴിയും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും വ്യത്യസ്തമായ വ്യക്തിത്വം ഉണ്ടെങ്കിൽ, ആളുകളുമായിട്ട് ഇടപഴകാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ അവസരം ബിഗ് ബോസ് മലയാളത്തെ സ്നേഹിക്കുന്ന ഓരോ സാധാരണക്കാരനും ഉള്ളതാണ് കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വേദിയിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും പുതിയ ജീവിതയാത്ര ആരംഭിക്കാനും നമ്മുടെ ബിഗ് ബോസ് മലയാളം മികച്ച അവസരം ഒരുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് പറയുന്നത് നിരവധി കോമണർമാർക്ക് എൻട്രി കൊടുത്തുകൊണ്ടുള്ള ഒരു ഷോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ പാറുന്ന പ്രകടനമായിരിക്കും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വേദിയിൽ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം.